പാലക്കാട് പൂളക്കാട്ടിൽ നിന്ന് ഇക്ബാൽ അറക്കിൽ ചേരുന്നു. ഇക്ബാൽ, ഓറഞ്ച് അലേർട്ടുള്ള ജില്ലയാണ്, അത്രയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിനകത്ത് പോലും ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ? റോഷ്നി, തീർച്ചയായും പാലക്കാട് പൂർണ്ണമായും വെന്തുരുകുകയാണ് എന്ന് വേണം പറയാൻ. കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, വീടുകൾക്കകത്തിരിക്കാൻ കഴിയില്ല, കടകൾക്ക് അകത്തൊന്നും ഇരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂളക്കാട് കരീം നഗറിലാണ്. ഇവിടെ ഈ വീട്ടുമുറ്റത്തേക്കൊക്കെ വരുമ്പോൾ ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. ഇവിടെ ഒരു ഉമ്മയുണ്ട്. ഉമ്മ, എങ്ങനെയുണ്ട് പാലക്കാട്? ചൂട് എങ്ങനെയുണ്ട്? ചൂടാ പറയണ്ട, നല്ല തീ മഴ പോലെ ഉണ്ട്. ഭയങ്കര ചൂടായല്ലേ? ചൂട് തന്നെ സഹിക്കാനാകാണ്ട് എവിടെയാ പറഞ്ഞ് നടക്കുകയാണ്. തൊട്ട വീട്ടിലാ പോയി രാവിലെ 10 മണിക്ക് പോയി കിടന്ന് നിസ്കരിച്ച് എല്ലാം അവിടെ തന്നെ, അവിടെ നിന്നായി ഇറങ്ങി വരുന്നു. ഞങ്ങളുടെ വീട് സീറ്റ് വീടാണ്. ബാക്കി കറണ്ട് ഏറ്റവും വലിയ പണി. 5 രൂപ 6 രൂപ കറണ്ട് രാത്രി 2 മണിക്കൊക്കെ റോട്ടിൽ വെള്ളക്കുമ്പി എപ്പോ പോയി ആശുപത്രിയിൽ പോകണല്ലോ. എപ്പോഴാ വീണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ അതുപോലെ കാറ്റും ഇല്ല. ഈ വെള്ളവും കുപ്പി ഇങ്ങനെ തോർത്തും കൊണ്ട് ഇങ്ങനെ വീശി തന്നെ, എന്നാലേ കുറച്ച് ആശ്വാസം കിട്ടുള്ളൂ. ഇവിടെ കുറച്ച് ഉമ്മമാരല്ല നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ വീട്ടിനകത്ത്. അകത്തേക്ക് വരാലോ അല്ലേ? വീട്ടിനകത്തും ഒക്കെ ചൂട് തന്നെ. കറണ്ട് തന്നെ ഒരു ദിവസം ഓടായിട്ട് നല്ല ചൂടാണ്. നല്ല പിന്നെ കറണ്ട് പോയെന്താണ് ഒരുപാട് ശല്യം. ഒരു ഫാൻ ഉണ്ട് പറഞ്ഞ പോലെ കറണ്ട് പോയിട്ടും കൊതുകടിച്ചിട്ടും ഭയങ്കര ബുദ്ധിമുട്ട്. വീട്ടിൽ മക്കൾക്കൊക്കെ കിടക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി സമാധാനവും ഇല്ല. രാത്രി വെറും കറണ്ട് പൂക്കാണല്ലോ. ഇപ്പൊ പാലക്കാട് വീണ്ടും ചൂട് കൂടുന്ന എന്ത് ചെയ്യപ്പോ? അപ്പൊ എന്ത് ചെയ്യൊക്കെ വെച്ചു പോക സഹിക്കുക തന്നെ. പിന്നെ എന്ത് ചെയ്യണ്? മരണം സഹിക്കണല്ലോ. ഓക്കെ, കുറച്ച് താത്താരൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് പാലക്കാട് ചൂട്? എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂട് തന്നെ. എന്നാലും രാത്രി കറണ്ട് പോയിട്ട് ഉറങ്ങാനേ പറ്റില്ല. എത്ര പ്രാവശ്യം പകൽ സമയത്തൊക്കെ ചൂട് എങ്ങനെയുണ്ട്? പകലല്ല ചുട്ടുപൊള്ളുക. ഓടായിട്ടൊന്നും കാര്യമില്ല. ആർപ്പിലത്തേക്കും ചൂടാണ് പകല്. ഇതാണ് പാലക്കാട്. ഇനി വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നാണ് പറയുന്നത്. 41 ഡിഗ്രി കടക്കും പാലക്കാട്ടെ ചൂട് എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് യുവാക്കളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. യുവാക്കളും കുട്ടികളും എല്ലാം നമ്മളെ കണ്ടപ്പോൾ ഇവിടേക്ക് വന്ന്. എങ്ങനെയുണ്ട് പാലക്കാട്ടെ ചൂട്? ചൂടിനെ കുറിച്ച് എന്താ പറയാ, ഹെവി ചൂടല്ലേ. പാവങ്ങൾക്ക് പറ്റണില്ല സത്യമായിട്ട്. ചൂട് കാരണം ഹെവി ചൂടാണ്. ഒന്നാമത് ഈ ഏരിയകളിൽ വീടുകളുടെ എണ്ണം കൂടി. അതേമാതിരി ട്രാൻസ്ഫോമറിൻ്റെ അത്രയ്ക്ക് പവർ വലിച്ചെടുക്കുന്നില്ല. ഏകദേശം ഒരു 11 മണി 10 മണിക്ക് സാധാരണക്കാരൻ്റെ വീട്ടിൽ കറണ്ടില്ല. AC ഇട്ടാ അപ്പോൾ ഇവിടെ ഉള്ള ഭാഗങ്ങളെല്ലാവിടെയും കറണ്ട് പോകണം. ഒന്നാമത് ആ ഒരു ഷോർട്ടേജ് ആവും. പകലില്ലാണ്ട് അതൊന്നും ബുദ്ധിമുട്ടെന്ന്. കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. മക്കളെ ചുട്ട് നിൽക്കണോ? പകലോ? അപ്പോ പകലും അങ്ങനത്തെ പുറത്തു പോയി കളിക്കാനൊന്നും പറ്റില്ല വെക്കേഷൻ ആയിട്ട്? കൂട്ടുകാരികളാ? അനിയത്തി വരാ. അതാണ് രോഷ്നി, കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും. അതാണ് ഇക്ബാൽ, പ്രായവ്യത്യാസം ഒന്നും ഇല്ലല്ലോ ചൂടിന്. എല്ലാവരും കഷ്ടപ്പെടുകയാണ്. പാലക്കാട്ടെ അവസ്ഥയാണ് ഇത്. ഈ ചൂട് ഇനിയും കൂടുമെന്നാണ് പറയുന്നത്. പക്ഷെ അവർ ഉന്നയിക്കുന്ന ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം, രാത്രി കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു ഫാനിനെയൊക്കെ ആശ്രയിച്ച് കിടക്കുമ്പോൾ ആ കറണ്ടും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കിടക്കാൻ പറ്റുക എന്നുള്ളത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് അധികൃതർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രാത്രിയൊക്കെ കിടക്കുമ്പോൾ കറണ്ട് പോയാലുള്ള നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്തതാണ്.